ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് കിണ്ണത്തപ്പാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു കിണ്ണത്തപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ അമൃതം പൊടിയും കുറച്ച് വെള്ളം ഒഴിക്കുക, നാളികേരപ്പാലോ തേങ്ങാപ്പാലോ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളത്തിന് പകരം നാളികേരപ്പാൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പശുമ്പാലായാലും ചേർത്താൽ മതി. ഒന്നുമില്ലെങ്കിലും പച്ചവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചും കൂടി ഒന്ന് മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മധുരം ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ മധുരം ഒന്ന് കുറയും. അപ്പോൾ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. കിണ്ണത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാലത്ത് ഉണ്ണികൾക്ക് ഇത് മതി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ അവർ നല്ല അത്യാവശ്യം കഴിക്കുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റും ആണല്ലോ, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെക്കുന്നത് ഒരു വെറൈറ്റി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഫീഡ്ബാക്ക് നാളെ പറയാം കേട്ടോ, ഞാൻ എങ്ങനെയുണ്ട് നോക്കിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ ചെമ്പിൽ ഇട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ പരിപ്പും കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് തിളച്ചപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട്. മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ തക്കാളി, വേറെ എന്തിട്ടായിരുന്നു, വെണ്ടക്കായ, എല്ലാതും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് വെണ്ടക്കായ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, വെളിച്ചെണ്ണയിൽ കേട്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. ആ സാമ്പാർ പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയിലുള്ള പുളിവെള്ളമാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു വിസിൽ മാത്രം അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കാബേജ് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാബേജ് വെക്കാനായിട്ട് ഞാൻ അതിൽ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു 4 പച്ചമുളകും പിന്നെ കുറച്ച് നാളികേരും പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം പച്ചമുളകും നാളികേരും ഉപ്പും ഒക്കെ കൂടി കാബേജിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഇത് സാമ്പാറൊക്കെ ഒന്ന് ഒരു വിസിലടിച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് കാച്ചിയെടുക്കാം. ഈ താളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മൾ സാമ്പാറൊക്കെ കാച്ചുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണയിൽ ചെയ്യാം കേട്ടോ. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് താളിപ്പ് എന്ന് പറയുന്നത്. ഇനി ഞാൻ അതിലേക്ക് മെയിൻ കാര്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതെന്താണെന്നറിയോ, നമ്മുടെ ശർക്കര ചെറിയൊരു കഷ്ണം ശർക്കര ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയും ഉപ്പും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അങ്ങനെയാണ് പറയണത് കേട്ടോ, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നാളെ അതിൻ്റെ ഫീഡ്ബാക്ക് പറയുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കറി എന്തായാലും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല കട്ടി, നല്ല കുറുകിയിട്ട് തന്നെ നല്ല ഗ്രേവിയൊക്കെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഉപ്പും പുളിയും ഒക്കെ ബാലൻസ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാബേജ് ഒന്ന് തോരനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കാബേജൊക്കെ ഒന്ന് വെള്ളം ഇല്ലാണ്ട് തന്നെ നമുക്കത് നല്ലപോലെ ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളം നേരത്തെ ഞാൻ ഊറ്റിയിട്ടാണ് നമ്മളിതിലേക്ക് നാളികേരം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നാലും ഇപ്പോൾ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുമ്പോൾ വെള്ളമൊക്കെ അടിയിലേക്ക് ഒന്ന് ഊറിപ്പോയി പിന്നെ നമ്മളത് വേവിച്ച് വരുന്ന സമയം കൊണ്ടൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പകുതി ആയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇല്ല കേട്ടോ, അന്ന് കട്ടായി പോയിട്ടുണ്ട്.
അപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ചായ കുടിയുടെയും പിന്നെ ഇപ്പോഴത്തെ പാചകം ചെയ്തതിൻ്റെ ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഞാൻ പിന്നെ കാബേജ് നോക്കിയപ്പോൾ ഇപ്പോൾ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങനെ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് വേറൊരു കുഞ്ഞൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് പപ്പടം കൂടി ഒന്ന് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചെറുതായിട്ട് പൊരിക്കല്ല കേട്ടോ, ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിടുന്നില്ല. ഇന്നിപ്പോൾ ഉമ്മയും പെങ്ങളും കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഉച്ചയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഉച്ച കണക്കാട്ടോ. ഉച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് എത്താം, രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എത്താം, അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം നോക്കിയാൽ മതി. എന്നാലും ഇനിയിപ്പോൾ അഥവാ ഉച്ചയ്ക്ക് വന്നാലോ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് കയറി വരാം. അപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, സാമ്പാറും ഉപ്പേരിയും പപ്പടവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകേണ്ടി തോന്നുന്നുണ്ട്. അത് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.